സബ്സ്ക്രൈബ് ആവശ്യപ്പെട്ടുകൊണ്ട് ഒരിക്കൽ കൂടി ഗ്രീൻ കാസ്റ്റിലേക്ക് സ്വാഗതം. ഒത്തിരി പണം മുടക്കി സ്റ്റാറുകൾ വാങ്ങി വീട് അലങ്കരിക്കുന്ന നമുക്ക് കുറഞ്ഞ ചെലവിൽ ഒരു സ്റ്റാർ ഉണ്ടാക്കിയാലോ? സ്റ്റാർ ഉണ്ടാക്കാൻ കനമുള്ള പേപ്പറാണ് ആവശ്യം. കളർ പേപ്പർ, ഡിസൈൻ പേപ്പർ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. ഞാനിവിടെ ചാർട്ട് പേപ്പറാണ് ഉപയോഗിക്കുന്നത്. 28-30 സെന്റിമീറ്റർ വലിപ്പമുള്ള സ്ക്വയർ പേപ്പറാണ് ഞാൻ ഇന്നിവിടെ എടുത്തിരിക്കുന്നത്. സ്റ്റാറിന്റെ വലിപ്പം അനുസരിച്ച് അളവിൽ മാറ്റം വരുന്നതായിരിക്കും കേട്ടോ. വീതി വശം നീളവശത്തിലേക്ക് കോണായി മടക്കുക. ഇത് കണ്ടോ കൂട്ടുകാരെ? കോണർ മടക്കിയപ്പോൾ കൂടുതലുള്ളതായ ഭാഗത്ത് ഇതുപോലെ പശ വെച്ച് ഇതുപോലെ ഉള്ളിലേക്ക് നന്നായി ഒട്ടിക്കുക. ഇത് കണ്ടോ? ഒട്ടിക്കുമ്പോൾ നമുക്ക് ഇതുപോലെ കിട്ടും. കൂട്ടുകാർക്കും ഇതുപോലെ തന്നെയല്ലേ കിട്ടിയത്? നമ്മൾ ഒട്ടിക്കുമ്പോൾ ഇതുപോലെ നീണ്ടിരിക്കുന്നതായ ഭാഗം മുറിച്ചു കളയുക. ഈ വശത്തെ മടക്കുക. നേരെ വരത്തക്ക വിധം ഇതുപോലെ നന്നായി മടക്കുക. വരകളൊക്കെ കൃത്യമായിട്ട് മടക്കണേ. കണ്ടോ കൂട്ടുകാരെ? നമ്മൾ മടക്കിയതായ പേപ്പറിന്റെ നടുഭാഗത്ത് നിന്ന് താഴേക്ക് 5 സെന്റിമീറ്റർ നീളത്തിൽ മാർക്കിട്ട് കൊടുക്കുക. ഇത് കണ്ടോ? ഈ മൂലയിൽ നിന്നും നമ്മൾ മാർക്ക് ചെയ്തോടത്തേക്ക് ഇതുപോലെ കോണായി കട്ട് ചെയ്യുക. കണ്ടോ കൂട്ടുകാരെ? നമ്മൾ കട്ട് ചെയ്ത് എടുത്തിരിക്കുന്നത്. കൂട്ടുകാരും ഇതുപോലെ തന്നെയല്ലേ കട്ട് ചെയ്ത് എടുത്തത്? ഇവിടെ നിന്നും 1 സെന്റിമീറ്റർ മാറ്റി കോർണർ കട്ട് ചെയ്യുക. 2 സൈഡും അതുപോലെ തന്നെ കട്ട് ചെയ്യണേ. നമ്മൾ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. ഇനി ഇവിടെ നിന്നും 1 സെന്റിമീറ്റർ നീളത്തിൽ താഴത്തേക്ക് മുറിക്കുക. കണ്ടോ കൂട്ടുകാരെ? നമ്മൾ മുറിച്ചെടുത്തിരിക്കുന്നത്. നമ്മുടെ നക്ഷത്രത്തിന് തുളയിട്ടാലോ? അതിനാൽ ഞാനിവിടെ ഇതുപോലത്തെ ഒരു പഞ്ചാണ് ഉപയോഗിക്കുന്നത്. കൂട്ടുകാർക്ക് എങ്ങനെ വേണമെങ്കിലും ഹോൾ ഇടാം. ആദ്യം ഇവിടെയും ഹോൾ ഇടുക. അതിനുശേഷം ഇങ്ങനെ മാറ്റി ഈ സൈഡിലും ഹോൾ ഇടുക. കണ്ടോ കൂട്ടുകാരെ? ഞാൻ ഹോൾ ഇട്ടിരിക്കുന്നത്. നിങ്ങളും ഇതുപോലെ തന്നെയല്ലേ ഹോൾ ഇട്ടത്? കൂട്ടുകാരുടെ ഇഷ്ടത്തിന് ഹോൾ ഇടാട്ടോ. സ്റ്റാർ ഉണ്ടാക്കാനായി ഇതുപോലത്തെ 5 ഭാഗങ്ങളാണ് നമുക്ക് ആവശ്യം. കൂട്ടുകാർ വേഗം ഉണ്ടാക്കട്ടോ. ഞാനും ഉണ്ടാക്കട്ടെ. കണ്ടോ കൂട്ടുകാരെ? ഞാൻ 5 ഭാഗങ്ങൾ ഉണ്ടാക്കി. കൂട്ടുകാരും 5 ഭാഗങ്ങൾ ഉണ്ടാക്കിയോ? ഇനി നമുക്ക് സ്റ്റാർ ഉണ്ടാക്കിയാലോ കൂട്ടുകാരെ? സ്റ്റാർ ഉണ്ടാക്കാനായി ഇതുപോലെ മടക്കിയ ഭാഗത്ത് പശ തേക്കുക. പശ തേച്ച ഭാഗത്ത് ഇതുപോലെ മുറിച്ചെടുത്തതായ ഭാഗം ഒട്ടിക്കുക. ഇതുപോലെ മുഴുവനും ഒട്ടിച്ചെടുക്കണേ കൂട്ടുകാരെ. കണ്ടോ കൂട്ടുകാരെ? ഞാൻ ഒട്ടിച്ചെടുത്തിരിക്കുന്നത്. ഇനി നമുക്കിതൊന്ന് വിടുത്തി നോക്കിയാലോ? കണ്ടോ കൂട്ടുകാരെ? ഇനി നമുക്ക് ലൈറ്റ് ഇട്ട് ഉപയോഗിക്കാം. ഞങ്ങളുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടില്ലേ? സബ്സ്ക്രൈബ് ചെയ്ത്